ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ പടം ഹിറ്റാക്കിയത് ഓപ്പ് ചെയ്യാൻ. അന്ന് ഒരു രാജമല്ലി അത്ര അങ്ങോട്ട് ആയിട്ടില്ല. ഒരു രാജമല്ലി വരുന്നു, ഒരു രാജമല്ലി വിടരുന്ന പോലെ. ഇപ്പോഴത്തെ കാലത്തിന് പറ്റിയ ഒരു പാട്ടാണ് ബൈക്കിലൊക്കെ പോകുമ്പോൾ. പാടി കേഴുന്നുവോ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണം. എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കമ്പോസിഷനാണ്. അപ്പൊ അത് സുജു ഫുള്ളായിട്ട് പാടിയതിന് ശേഷം ദാസേട്ടൻ ശരിക്കും സുജു പാടിയത് ഇഷ്ടമായി. എന്നിട്ട് ദാസേട്ടൻ പറഞ്ഞു, അന്ന ഇത് ഞാനൊന്ന് ശരിക്കൊന്ന് പെരുമാറും. ഒരു പൂവിന് നിശാശലഭം തൊട്ടുണർത്തും യാമമ. ഈ കൈതപ്രത്തിന്റെ പാതിരാമഴ പറയുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വിടാൻ പാടില്ലാത്ത പാട്ടാണ് അന്തിവയിൽ പൊന്നുതിരും. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി കാറ്റിൻ ചെപ്പു കിലുങ്ങി പലരുടെയും ലിറിക്സിനെ കൈകാര്യം ചെയ്തിട്ടുള്ളപ്പോഴും ഭരതൻ സാറിന്റെ ലിറിക്സിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് കൈകാര്യം ചെയ്തില്ല, ആ ലിറിക്സ് തന്നെയാണ് കൈകാര്യം ചെയ്തത്. ഭരതന്റെ ആ പാട്ടിനേക്കാൾ ഇഷ്ടം തനന പാടാണ്. തനന 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 കാവാകെ തീണ്ടുമ്പോൾ തനന. ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു കാശിത്തുമ്പക്കാവായി നീലവാനം നീലപ്പാടം നീലേ ശ്യാമരാഗം മൗനം സ്വരമായി എൻ പൊൻവീണയിൽ ഇരുമെയ്യും ഒരു മനസ്സും ഈറനാമീരാവുകളും. ഓക്കെ, പാട്ടുകാരി ഓക്കെയാണ്, ഉഗ്രനാണ് പാട്ട് കുളിക്കും. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പെരുമാറി. സ്വാതി അതിഗംഭീരമായിട്ട് പാടിയപ്പോൾ സന്ധ്യേ സന്ധ്യേ സായം സന്ധ്യേ. അഴകെ എന്ന് പറയുന്ന പാട്ടിൽ സാർ ഉപയോഗിക്കുമ്പോൾ കസ്തൂരിമാനില് ആ ഒരു വോയിസ് അതല്ലായിരുന്നുവെങ്കിൽ ആ പാട്ട് അത്ര എനിക്ക് ആസ്വദിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. വർത്താനം പറയുന്ന പോലെ ഒരു പാട്ടുമാണ്. ഹേ ഹേ ചുമ്മാ ചുമ്മക്കരയാതെടോ. മറിയയുടെ അടുത്ത് പാടുകയാണ്. അവളുടെ ഫേസിൽ കണ്ണീന്നൊക്കെ വെള്ളം വന്നു പെട്ടെന്ന്. യവന കഥയിൽ ഒരുപാട് കാലം എക്സിസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് അത്രയും നന്നാവാനുള്ള കാരണം എന്താണെന്ന് കളകളമൊഴുകുമോ ഒരു അരുവിയിൽ അലകൾ, കളകളമിളകുമോ ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കളകളമൊഴുകുമോ ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, ഉതിരുമോ അലികുളം ഇളകിയ ചുരുളലകം. അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കാം. ഔസേപ്പച്ചൻ സാറാണ് നമുക്കപ്പോൾ. ഹായ് സാർ, നമസ്കാരം. ഹായ്, നമസ്കാരം. സാറിൻ്റെ ഒത്തിരി പാട്ടുകൾ ഇഷ്ടമാണ്. താരും തളിരും ഒക്കെ നമ്മളെ എപ്പോഴും ഓർക്കുകയും പാടുകയും പാടാൻ ശ്രമിച്ച് പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്ന പാട്ടാണ്. അപ്പോൾ അതത്ര ബുദ്ധിമുട്ടുള്ള പാട്ടൊന്നുമല്ലല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു താരാട്ട് പോലത്തെ പാട്ടാണ്. അത് അത്രയും ഭംഗിയിൽ സാറ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പാട്ടുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് ശിബുചേട്ടൻ്റെ യവന കഥയിൽ നിന്ന് വന്ന ഇടയകന്യക എന്ന് പറയുന്ന പാട്ട് ഇഷ്ടമാണ്. അതേപോലെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് മൂക്കില രാജ്യത്തിലെ കാശിത്തുമ്പക്കാവായി നീലവാനം. അതിൻ്റെ ഒരു ടെമ്പോ ഇല്ലേ, ഇതൊക്കെ ഭയങ്കര ഭാവതീവ്രമായി നമ്മൾ ആസ്വദിക്കുമ്പോൾ മറ്റേന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു അങ്ങനെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞതുകൊണ്ട്. കാശിത്തുമ്പക്കാവായി നീലവാനം മനമിളകി പുന്നാന ചന്തം സംതിങ് ലൈക്ക് ദിസ്. ഈ പാട്ട് തന്നെയാണ്
ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ എൻ ജീവനിൽ അമൃതേകാനായി വീണ്ടും നിന്നിലേതോ ഓർമ്മകളായി കിനാവിലെ മുത്തായി നീ വന്നു. രണ്ടും ഒരാളെ എഴുതിയത്. അതെ അതെ, അദ്ദേഹത്തിന് പോലും മനസ്സിലായില്ല. അതന്നെ രണ്ടും ഒരേ ട്യൂണാണെന്ന്. ഓ അടിപൊളിയായിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയാം. അതെ, അതിന്റെ താളവും അതിന്റെ ഫ്രേസുകളും മാറുന്നുണ്ട്, പക്ഷെ അതിന്റെ ബേസിക് സ്ട്രക്ചർ ഓഫ് നൊട്ടേഷൻസ് ഇസ് വെരി സിമിലർ. കൈതപ്രത്തെ കുറിച്ച് പറയുമ്പോൾ സാറിന്റെ തന്നെ ഉള്ളടക്കത്തിൽ ഉള്ള പാട്ടിനെ കുറിച്ച് ഒരുപാട് പേര് നിരൂപകരൊക്കെ പ്രശംസിച്ചിട്ടുണ്ട്. കാരണം കൂരിരുൾ ചിമിഴിൽ ഞാനും മൗനവും മാത്രം എന്ന് പറയുന്ന ഒറ്റ വരി കൊണ്ട് ആ പടത്തെ തന്നെ ആ പാട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് സംസാരിക്കാറുണ്ട്. അതേപോലെ ശ്യാം സാറ് തന്നെ ഇടയ്ക്ക് കൈതപ്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അഗ്നിസാക്ഷി എന്ന് പറയുന്ന പടത്തില് വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം, അതിനകത്ത് ഇനി എത്ര ഋതുക്കളെ കൈകൂപ്പണം, ജന്മം ഇനി എത്ര ദൂരം പോകണം, ആ സിനിമയുടെ കോൺസെപ്റ്റ് അതായിരുന്നു എന്നാണ് ശ്യാം സാർ പറയുന്നത്. അത്രയും ഒരു കോൺസെപ്റ്റിനെ സിനിമയിലേക്ക് ആക്കാൻ കഴിഞ്ഞു എന്ന് പറയില്ലേ. അതേപോലെ മൗനം സ്വരമായി പൊൻവീണ ആയുഷ്കാലത്തിലെ പാട്ട്, ആവർത്തിച്ചിപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. ഈ കാശിത്തുമ്പ കേൾക്കുന്ന അത്രയും പ്രാവശ്യവും ഞാൻ കേൾക്കുന്ന ഒരു പാട്ടാണ്. വളരെ റീസെന്റ് ആയിട്ടാണ് അതിന് പെട്ടെന്നൊരു പുനർജന്മം കിട്ടിയ പോലെ വന്നത്. കവർ സോങ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിത്തുമ്പ അന്ന് അത് ആ ഒരു പടത്തിലൊരു കോമഡി പടത്തിലൊരു പാട്ട് അത്രേ ഉള്ളൂ. പടം നല്ല പടമൊക്കെ ഇഷ്ടപ്പെടാറ്, പക്ഷെ അന്നൊന്നും ആരധികം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പം അത് വളരെ റീസെന്റ് ആയിട്ട് ഭയങ്കര ഹിറ്റായി. മൗനം സ്വരമായി അത് പടം ഭയങ്കര രസമുള്ളൊരു പടമാണ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു അന്ന് എഹെഡ് ഓഫ് ടൈം റിലീസ് ചെയ്ത പടമാണ്. കാരണം അന്ന് ആ ഒരു കോൺസെപ്റ്റ് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഹാർട്ട് ഇനിയൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊക്കെ വളരെ പുഷ്പം പോലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് അതൊരിക്കലും സാധിക്കുമായിരുന്നില്ല. അത് സാധിച്ചു. അവിടെ ഇവിടെയൊക്കെ അമേരിക്കയിലൊക്കെ 1-2 പേര് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് വിട്ട്. പക്ഷെ പിന്നീട് ടി വിയിൽ വന്നപ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാഠം ഇറങ്ങിയപ്പോൾ ആ മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ ഇത് അന്ന് എനിക്കും സംവിധായകനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ അത് അന്ന് എന്തോ കാരണം കൊണ്ട് എനിക്കറിഞ്ഞൂടെ. അന്ന് അത് അങ്ങോട്ട് വിചാരിച്ച പോലെ അധികം അങ്ങോട്ടൊന്നും ശ്രദ്ധിച്ചു. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന് ഭയങ്കര എവിടെ പോയാലും മൗനം സ്വരമായി എന്നുള്ള പാട്ട്. അത് ഓഫ് കോഴ്സ് നമ്മൾ ഇങ്ങനത്തെ മീഡിയ അല്ലേ, താരും തളിരെ നമ്മളൊരു കാലഘട്ടം മുഴുവൻ ആഘോഷിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ ചില പാട്ടുകൾ ഇങ്ങനെ ഹിറ്റാവുമല്ലോ. ഇപ്പം ആഘോഷിക്കുന്ന പാട്ടുകളിലൊന്നാണ് ഇപ്പോൾ അറിയാതെ എന്ന് പാടിയ തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് ആ പാട്ട് ഏതാണെന്ന് മനസ്സിലാവും അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര രസമുള്ള പാട്ടാണ്. അതേപോലെ തന്നെ ആ ഗണത്തിൽ വരുന്നൊരു പാട്ടാണ് ഒരു പൂവിനെ നിശാശലഭം. ഗിരീഷേട്ടൻ്റെ വരികൾ, മീനത്തിൽ അയ്യോ അത് ഇസ് എ ബ്യൂട്ടിഫുൾ. എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കമ്പോസിഷനാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമമായി നറുനിലെ നിലാക്കുളിരും നാമമായി തരരാരിരാരി തരരാരീരാ ഒരു പൂവിനെ ഒരു പൂവിനെ നിശാശലഭം അങ്ങനെ ക്രൊമാറ്റിക് ആയിട്ടുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. അത് ദാസേട്ടനും സ്വിച്ച് അപാരമായിട്ട് പാടിയിട്ടുണ്ട്.
പാടിയതിന് എത്ര ഷേക്കാൻഡോ അവാർഡോ കൊടുത്താലും മതിയാവില്ല, അത്രയും രസമാണ്. എന്തൊരു ഫീലാണ്. എനിക്കതെപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അത് സുജു ആണ് ആദ്യം പാടിയത് ആ പാട്ട്. സുജു ഫുള്ളായിട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് പടത്തിലേക്ക് ഡുവറ്റായിട്ട് വേണം. അപ്പോൾ അത് സുജു ഫുള്ളായിട്ട് പാടിയതിന് ശേഷം ദാസേട്ടൻ ശരിക്കും സുജു പാടിയത് അത്രയും ഇഷ്ടമായി. എന്നിട്ട് ദാസേട്ടൻ പറഞ്ഞു, അന്നാ ഇത് ഞാനൊന്ന് ശരിക്കൊന്ന് പെരുമാറും എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ പാടി കഴിഞ്ഞ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പറയാനുണ്ട്. ആ തൊണ്ടയിൽ ആ ശബ്ദത്തിൽ നിന്ന് ആ പാട്ട് എക്സ്പ്രഷൻ മനസ്സിൽ വളരെയധികം ഇഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ്. ശരിക്കും ഹെഡ്സെറ്റ് വെച്ച് രാത്രി കേട്ട് കഴിഞ്ഞാൽ ലൂപ്പടിച്ച് നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കും. വേറൊരു പാട്ടിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നാത്ത രീതിയിലുള്ളൊരു ഫീലാണ്. ആവർത്തിച്ച് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. ഈ അതേ ജോണറിൽ വരുന്ന വേറൊരു പാട്ടായിട്ട് ഞാൻ സങ്കല്പിക്കുന്ന പാട്ടാണ് ഇരുമയും ഒരു മനസ്സും. അത് ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ എന്നേ മറന്നുപോയ പാട്ടാ, എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നീട് പലരും അത് പറഞ്ഞു ഇരുമൈ എന്നൊക്കെ പറയുന്നത്. അത് ഭയങ്കര രസമാണ്. ഇരുമയും ഒരു മനസ്സും ഈറനാകും. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. ഇതൊക്കെ ഞാൻ ട്രാക്ക് നല്ല ഭംഗിയിൽ പാടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇപ്പം പിന്നീട് ആ പാട്ടുകളൊന്നും ഞാൻ കേട്ടിട്ടുമില്ല. നമ്മളത് അങ്ങനെ അന്ന് ഹിറ്റായിരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളത് നമ്മുടെ ഇതിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് വരികളൊക്കെ പോയി സത്യത്തിൽ. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ പിന്നീട് ഓരോരുത്തർ പറയുമ്പോൾ, ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്നെ ഒരുപാട് പേര് ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഗംഭീര പാട്ടാണ്. പലർക്കും വളരെ പേഴ്സണലായിട്ട് പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ കോൺസെപ്റ്റ് അതിൽ രസമായിട്ട് നമ്മുടെ ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ട് രമേശൻ സാറ്. ഈ കൈതപ്രത്തിൻ്റെ പാതിരാമഴ പറയുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിടാൻ പാടില്ലാത്ത പാട്ടാണ് അന്തിവയിൽ പൊന്നുതിരും. പിന്നെ അത് ഒരുപാട് തരത്തിലുള്ള, അതായത് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും രണ്ടാമത് ഹിറ്റാവാൻ സാധ്യത ഉണ്ടായിരുന്ന ഹിറ്റായ ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന പാട്ടാണ്. അതിൽ ഇടയ്ക്കൊക്കെ കാറ്റിൻ ചെപ്പു കിലുങ്ങി അത് കുറേ നല്ല രസം, നല്ല മെലഡി പോകുന്നുണ്ട് അതിൻ്റെ. തരരാങ്കുരം ഇതു നമ്മൾ ചേരും സ്മിതന്തരാഗം അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ. ഈ കുറച്ച് ഫീല് കൂടുതൽ വന്നിട്ട് ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകൾ ശരിക്കും ഒരേ കടലിലെ ശുഭവന്തുവരാളിയിൽ ചെയ്തിട്ടുള്ള പാട്ടുകൾ എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ യമുന വെറുതെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രണയസന്ധ്യ അത് ശരിക്കും ബോംബെ ജയശ്രീ മാഡത്തിന്റെ വോയിസിൽ വന്നിട്ടുള്ള ഹസ്കിനെസ്, അത് ആവർത്തിച്ച് നമ്മൾ ആ ഹസ്കിനെസ് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് ആ ലോ വോയിസ് ആണ്, ലോ രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ഭയങ്കര പവറാണ് ലോയിൽ പാടുമ്പോൾ, ഒരു ഡിഫറൻസ് നമുക്കത് കേൾക്കുന്നത്. മാമിന് എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത് അതിനകത്ത് കൊണ്ടുവന്നത് വേറൊന്നുമില്ല, ആ ഒരു ഡിഫറെൻറ്റ് വോയിസിൽ. ശ്യാമിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ശ്യാമ് എപ്പോഴും തൻ്റെ സിംഗേഴ്സിനെ സ്പെഷ്യലായിട്ട്, അതുകൊണ്ടാണ് അതിൽ ഒരു കടലായി ഞാൻ പറഞ്ഞിട്ട് നവീനെ കൊണ്ട് പാടിച്ചു. ആ എക്സ്പെരിമെന്റ് ഒന്നും ആരും ചെയ്യില്ല. നമ്മൾ വിട്ട ഏറ്റവും വലിയ ഗായകനെ കൊണ്ട് അത് പാടിക്കാന്നല്ലേ ചിന്തിക്കുക. ഫ്ലൂട്ടിസ്റ്റാണ്. ഫ്ലൂട്ട് വായിക്കുന്ന കാറ്റിനെ പോലെ തന്നെ അവന്റെ ശബ്ദം ഭയങ്കര ഹസ്കിയാണ്. ആ ഹസ്കിനെസ്സിൽ അതിമനോഹരമായിട്ട് പാടി. അപ്പൊ അത് ദൂരെ എന്നൊക്കെ പാടുമ്പോ നമുക്ക് ഒരിക്കലും അനുകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാവമായിരുന്നു. അതെങ്ങനെയാ ക്രാഫ്റ്റ്, അതെങ്ങനെ ചെയ്തെടുത്തത്? ആ പാട്ട് എന്ന് പറയുന്നത് അതിലത്തെ എല്ലാ പാട്ടുകളും ചെയ്തത് ഒരു ഹിന്ദി 2-3 വാക്കുകൾ, മധുര് നഗര് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള, വെറുതെ യൂട്യൂബിൽ നമ്മൾ തട്ടി ഏതെങ്കിലും ഒരു 3-4 ഹിന്ദി വാക്ക്. എനിക്ക് ഹിന്ദി ഒന്നും അത്ര അറിയില്ല. ഹിന്ദി അറിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കാരണം അതിന് തെറ്റായി പാടാൻ പറ്റില്ലല്ലോ. നമ്മുടെ മലയാളത്തിലുള്ള ട്യൂണായിട്ട് അതിൻ്റെ ഗ്രാമറൊക്കെ തെറ്റും. അപ്പോൾ അറിയാത്തതുകൊണ്ട് ഹിന്ദി പദങ്ങൾ വെച്ചിട്ടാണ് ഞാൻ. ഒരിക്കലും ഇതിനൊരു മലയാളത്തിൻ്റെ ഒരു ചായ്വ്, ഈ രാഗത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഇതിൽ വളരെ ഹാർഡായിട്ടുള്ള സ്വരങ്ങളാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ. അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചാലും ഒരു ഗമകം എന്ത് ചെയ്താലും ചായ വരും വേറെ പാട്ടിൻ്റെ. അപ്പോൾ അതില്ലാതിരിക്കണം. അതും ഒരു പടത്തിൽ 5 പാട്ടും ചെയ്യണം വ്യത്യസ്തമായിട്ടുള്ള മൂഡിൽ എന്ന് പറഞ്ഞപ്പോൾ
അപ്പം ഞാൻ അപ്പം തോന്നിയ ഒരു ബുദ്ധിയാണ്. ആ ഹിന്ദി വരികൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ലാലാല എന്ന് പാടിയിട്ട് ട്യൂൺ ചെയ്യുന്നതിന് പകരം ഹിന്ദി വരികൾ വെച്ചിട്ടാണ് ഓരോ പാട്ടുകളുടെയും ട്യൂൺ ഉണ്ടാക്കിയത്. അതൊക്കെ പാടുന്നത് ആ ഒരു 3 മിനിറ്റ് കൊണ്ട് പാട്ട് പാടി. ഒരു പാട്ടിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലല്ലോ, ഒരു 3 മിനിറ്റ് പാടും തുടങ്ങുന്നിട്ട് അവസാനം വരെ. എന്നിട്ട് ശ്യാം വന്നിരുന്ന് ശ്യാമിന് എല്ലാം ഇഷ്ടമായി. 1-2 എണ്ണം ശ്യാമുള്ള സമയത്തും പാടി കമ്പോസ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളത് ശ്യാം പറഞ്ഞു, ശ്യാമാണ് തീരുമാനിച്ചത് ഇത് ഇവിടുന്നൊട്ട് ഇതുവരെ പല്ലവി. കാരണം ഒറ്റയടിക്ക് പാടി പോയിരിക്കുകയാണ് ആ രാഗം. ഇത്രയും പല്ലവി ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല്ലവി എന്ന് പറഞ്ഞതിന് ശേഷം അതിന് ചെറിയ പൊടിപ്പുന്നങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അനുപല്ലവി ആക്കിക്കോളൂ, ഇത് ചരണമാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് അതിമനോഹരമായിട്ട് അദ്ദേഹം തൻ്റെ പടത്തിൽ അതിൻ്റെ ആ രാഗത്തിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കമ്പോസിങ് സമയത്ത് തുടങ്ങി ശുഭോന്തോരാളി എന്ന് അദ്ദേഹം ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഒരു രാഗത്തിൽ വേണമെന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ BGMs ഇൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് രാഗ. ചില അന്യസ്വരങ്ങൾ വരും ചില എഫക്റ്റിന് വേണ്ടിയിട്ട്, അതർവൈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ രാഗ. ഈ ബോംബെ ജയശ്രീ മാം ഒന്ന് പാടുന്ന സമയത്ത് അതിന് മുമ്പ് സാറിൻ്റെ മനസ്സിൽ ആ ഒരു പാട്ടിനെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാവും. പുള്ളിക്കാരി പാടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെയാണ് ഔട്ട് എടുക്കുന്നത്, പക്ഷെ പാടിക്കഴിഞ്ഞ് കേൾക്കുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആ ഒരു ജേണി ഉണ്ടാവുമല്ലോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് എൻ്റെ പാട്ടിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അവർ പാടിയപ്പോൾ. വേറൊരാൾ പാടിയാൽ നന്നാകും, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈണമാണ്, വരികളാണ്. പക്ഷേ എങ്കിലും അതിന് എന്താ പറയുക, നമ്മൾ വിചാരിച്ചതിൻ്റെ നമ്മളൊരു ലിമിറ്റ് നമ്മൾ വിചാരിക്കുമല്ലോ, ആ ലിമിറ്റ് അല്ല അതിൻ്റെ അത് അതിൻ്റെ മേലേക്കാണ് അതിൻ്റെ ലിമിറ്റ് അവർ പാടിയപ്പോൾ കൊണ്ട്. പിന്നെ അവിടെ ലോ റേഞ്ച്, പിന്നെ അതിൻ്റെ അനുപല്ലവി സെക്കൻഡ് ചരണമാണെന്ന് തോന്നുന്നു. അവർക്ക് ഹൈയിൽ പാടാൻ പറ്റാത്തതുകൊണ്ട് അത് ലോവിൽ പാട്ടേയും ചോദിച്ചു. അവൻ ലോവിൽ പാടിയിട്ട് പിന്നെ അത് ഹൈയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു ഇതുണ്ട്, ഒരു ബ്ലെൻഡിങ്. ദാറ്റ് വാസ് ബ്രില്യൻറ്റ്. നല്ല ഒരു വർക്കായിരുന്നു. അതിൽ ശ്വേതയും പാടിയിട്ടുണ്ട്, യമന വെറുതെ. യമന വെറുതെ, ശ്വേത ആൾസോ ഷി വാസ്. അതൊക്കെ ശ്യാമിന് ഭയങ്കര ഇതായിരുന്നു. ശ്വേത അത് പാടിയാൽ ശരിയാവൂ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ പാടിച്ചു നോക്കാം. അവരോട് ഞാൻ പറഞ്ഞു ശ്വേത പാടി നോക്ക്. ശ്വേതയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി. ശ്വേത അപ്പം അന്ന് ബഡ്ഡിങ് അപ്പാണ് വരുന്നത്. അങ്ങനെ ശ്വേത വന്ന് പാടി പല്ലവി കുറച്ചായ വഴിക്ക് ഇദ്ദേഹം അവിടെ ഇരിക്കില്ല. ആര് നമ്മുടെ ശ്യാം അധികം നേരം ഇരിക്കില്ല. പുള്ളിക്ക് വേറെ തോട്ട്സും കാര്യങ്ങളും പുള്ളി ഇങ്ങനെ ചിന്തിച്ച് പുറത്തു പോയി വന്നിട്ട് കുറച്ചങ്ങോട്ട് കേട്ടോ, ഓക്കെ പാട്ടുകാരി ഓക്കെയാണ്, ഉഗ്രനാണ് പാട്ട് പുള്ളി പോയി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പെരുമാറി. ശ്വേതയും അതിഗംഭീരമായിട്ട് പാടിയ പാട്ട്. പലരുടെയും ലിറിക്സിനെ കൈകാര്യം ചെയ്തിട്ടുള്ളപ്പോഴും ഭരതൻ സാറിന്റെ ലിറിക്സിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് കൈകാര്യം ചെയ്തില്ല, ആ ലിറിക്സ് എന്നെയാണ് കൈകാര്യം ചെയ്തത്. ഞാൻ അതിനെ കൈകാര്യം ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഈ ലിറിക്സ് ട്യൂൺ ചെയ്യുന്ന പരിപാടി എവിടെ എനിക്കറിയാം. തുടങ്ങിയത് പുടമുറി കല്യാണത്തിലാണ്. ഭരതൻ പറഞ്ഞു, ഭരതൻ ഇങ്ങനെ തലയിൽ മുടി ഇങ്ങനെ കോന്തിയിട്ട് ആ ഉമ്മർത്ത് ഭരതനോട് അങ്ങനെ നടന്നു. അപ്പം ഞാൻ ഹാർമോണിയം കയറി പിടിച്ചിരുന്നു. നീയേ ആ അരബി ഒന്ന് മൂളിയാൻ. അപ്പം ഞാൻ സരി മകരി ഇത് പാടി. ആരോണം അതിൽ പുടമുറി കല്യാണം എന്ന് വെച്ചാൽ എന്നെ പഠിപ്പിക്കുന്നതാ. പുടമുറിക്കൽ എന്ന് പറഞ്ഞു. അത് അവസാനിപ്പിക്കേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തില്ല, അപ്പോൾ ദേഷ്യമൊക്കെ വരും. ഞാൻ പുടമുറിക്കൽ ഇത്രയല്ലേ ഉള്ളൂ ആരോഹണം. തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കണ്ടേ അത്. അപ്പം ഞാൻ ഇങ്ങനെ പാടിക്കോട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു പുടമുറി കല്യാണം. അങ്ങനെയാണ് പാട്ടുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരോ വരികളായിട്ട് താരം തളിരും എല്ലാം. താരം തളിരും ഈ കാൽത്തള കിളിങ്ങിയോ കൺമഷി കലങ്ങിയോ എന്ന് പറയുമ്പോൾ കാവാകെ തീണ്ടുമ്പോൾ അത് വന്നപ്പോ ഉണ്ടല്ലോ ഇതിന്റെ സൗന്ദര്യം ശരിക്കും അതില്ലായിരുന്നെങ്കിൽ നമുക്കിനി സങ്കല്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തി. ശരിക്കും അത് നമ്മൾ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെയുണ്ട് സമയത്ത് നമ്മൾ പിന്നെ അത് പാടുന്ന നേരത്തൊന്നുമല്ല, അത് നമ്മൾ ഞാനും ഭരതേട്ടനായിട്ടിരുന്ന് കമ്പോസ് ചെയ്തത് ആ ഒരു ബിറ്റ് അവിടെ വരണമെന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ പാടുമ്പോൾ പിന്നെ ഭരതേട്ടൻ അത് എപ്പോൾ നോക്കിയാലും പാടിക്കൊണ്ടിരിക്കും. ഭരതേട്ടൻ ആ പാട്ടിനേക്കാളും ഇഷ്ടം തന്നെ പാടാനാണ്. ഞാൻ വെറുതെ വീട്ടിൽ ഇത് കമ്പോസ് ചെയ്ത് പാട്ട് പഠിപ്പിക്കുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും നേരം പാടുന്ന സന്ധ്യയ്ക്ക് ഞാനൊരു പട്ടു ഞൊറിയിട്ട കോമരമാകും
തുള്ളിയുറഞ്ഞു തുള്ളിയുറഞ്ഞു ഞാൻ തനന 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 കാവാകെ തീണ്ടുമ്പോൾ ദൂരെ പോകും താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറം മാറി കേകയായി നിൻ സ്വനം താവകനിൻ താരാട്ടുമായി ദൂരെ ഏതോ. അതൊക്കെ ഭാരതേട്ടൻ ആ ട്യൂണ് അതിൽ നമ്മൾ കുറച്ച് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഗമ പസ നല്ല പാണ്, ഗമ പനി പമഗ. അതാ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. പാടാം ഭയങ്കര ഒരു ഫീല് വ്യത്യാസമുണ്ട് ആ നോട്ട് വരുമ്പോ. ഇങ്ങനെ പാടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതിന് കറക്റ്റ് വാക്കാണ് അവിടെ വെച്ചിരിക്കുന്നത്. താവകനിൻ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലായി. അല്ലെങ്കിൽ താവകനിൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് വേറൊരു കാര്യം അതിനോട് കൂടി പറയാനുണ്ട്. അപ്പോഴാണ് അത് താഴ്ത്തിക്കിട്ടത് ഒരു അരനോട്ട്. താവകനിൻ താരാട്ടുമായി ദൂരെ ഏതോ. വീണ്ടും ആ സ്വരം പോലെ ഗമപദ. പെട്ടെന്ന് ആ മൈനർ സ്കെയിലിൽ നിന്ന് അത് അങ്ങനെ വരുമ്പോഴുള്ളൊരു സുഖമാണ്. അത് അതിന് കറക്റ്റായിട്ട് ലിറിക്സ്. ഇത് ആദ്യം ട്യൂൺ ഇട്ടതാ. ട്യൂൺ ഞാൻ വെറുതെ വീട്ടിലിരുന്നിട്ട് അപ്പം അന്ന് ട്യൂൺ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പുറത്തേക്ക് ജനലിനെ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. തര തര തരരാര തര തരീര തരരേര. ഞാനിത് വെറുതെ ഒരു ലൈറ്റ് ഒരു വയലിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതും കൂടിയാണ്. അപ്പം ഇത് ഭരതേട്ടനെ കേൾപ്പിച്ച് ഒഴിക്കും. ഭരതേട്ടൻ അപ്പം തന്നെ ഇങ്ങനെ ആലോചിച്ചു, നീ ഒന്ന് പാടിയ താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി. ഇത്രേ ആദ്യം ചെയ്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഒരു ഈവനിങ്ങിൽ ഇരുന്നിട്ടാണ് കേകയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോവർ പോർഷൻ. ഭരതൻ സാറുമായിട്ട് ആദ്യം കാതോട് കാതോരം. ആക്ച്വലി ഭരതേട്ടനായിട്ട് കാതോട് കാതോടല്ല, ആരവം സിനിമയിലാണ് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിന് മുമ്പ് ആ പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോയല്ലോ, ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ ഒരു മാസത്തോളം ഞങ്ങൾ ഒരുമിച്ച് ലൊക്കേഷനിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് 20-21 വയസ്സ്. അപ്പോൾ അന്ന് ഒരു ഭരതേട്ടൻ കല്യാണം കഴിച്ച് ഭരതേട്ടൻ്റെ ഹണിമൂൺ ടൈമാണ്. കഴിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ശ്രീകുട്ടി ഷീസ് ജസ്റ്റ് ക്യാരിങ് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പ്രഗ്നൻസി. അപ്പോൾ അന്ന് പരിചയപ്പെട്ടു. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ടൊരു നിമിത്തം വന്നു. പിന്നെ ആ ബന്ധം അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ 2-3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് 83 ഈണം എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ വീണ്ടും ഭരതേട്ടന് ഓർമ്മയുണ്ട്. ഇവൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു കാണും എന്നുള്ളൊരു പുള്ളിക്കൊരു കോൺഫിഡൻസ്. അങ്ങനെ അതിലൊരു പാട്ട് അവരൊക്കെ കൂടിയിട്ട് ഒരു പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ഒന്നൊരു പാട്ടിൻ്റെ കറക്റ്റ് ഫോർമാറ്റിലാകണം. അപ്പോൾ അതിനെന്നെ വിളിച്ചു. ഞാനത് ബേസിക് അവരുടെ ട്യൂണാണ്, പക്ഷേ എങ്കിലും ഞാനതിന് ഒരു പ്രോപ്പർ പാട്ടിൻ്റെ രൂപത്തിൽ അതിന് ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ചെറിയ പൊടിപ്പുതൊങ്കിലുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് അതിനൊക്കെ ചെത്തിമിനുക്കി പാട്ടാക്കി. 2 പാട്ട് നല്ല നല്ല മലയാളീപനം നമാരി ചാലിച്ചു നവമോഹങ്ങൾക്കെല്ലാം പുതുതായൊരീണം പോലെ പറഞ്ഞ് ഒരു പാട്ടൊക്കെ അത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നു. ഇപ്പോൾ ഭരതേട്ടൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. 2 കൊല്ലം കഴിഞ്ഞു. കാതോട് കാതോരം വരുന്നു. കാതോട് കാതോരത്തിൽ ഫുള്ളായിട്ട് അങ്ങനെ അറിയാലോ, ഒരുപാട് പറഞ്ഞാണ് കാതോട് കാതോരം. ഈ കാതോട് കാതോരം നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് അത് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമ്മൾ വീണ്ടും ഉപയോഗിക്കും. നാത്താം കേസോടില് ദേവദൂതർ പാടി അത് ഗംഭീരമായിട്ട് അത് ആ പടത്തിന് തന്നെ ഒരുപാട് സപ്പോർട്ട്. ഐ മീൻ പടത്തിന്റെ കഥയ്ക്കല്ല, ഐ മീൻ ദാറ്റ് അതിന്റെ ആ ഒരു പോപ്പുലാരിറ്റി, പ്രൊമോഷൻ, ജനങ്ങൾ ആ പാട്ട് വീണ്ടും ആസ്വദിച്ചതും അതിൽ ചാക്കോച്ചൻ്റെ ഇടപാടും
പരിപാടികളെല്ലാം കൂടിയായപ്പോൾ അതങ്ങോട്ട് കയറി വൻ ഹിറ്റായി. അത് പടത്തിനെ നല്ല പടമാണ് ഓഫ് കോഴ്സ്, പക്ഷെ എന്നാലും പടത്തിനൊരു പ്രൊമോഷൻ ചെയ്യുന്നത് അത് ഓടാനല്ലേ. അപ്പോൾ ആ ഒരു പ്രൊമോഷൻ ഇത് ഗംഭീരമായിട്ട് ചെയ്യും. അതിൽ വയലിൻ യൂസ് ചെയ്ത് തുടങ്ങിയതാ. പിന്നീട് പല സിനിമകൾ ഇപ്പോൾ കസ്തൂരിമാനിൽ വയലിൻ്റെ ഒരു പ്രകടനം തന്നെയുണ്ട്. അതിപ്പോഴും നമ്മൾ സ്റ്റേജിൽ വീണ്ടും സാറിനോട് ഷോ ചെയ്യാൻ പറയുന്ന ഒരു സാധനമാണ്. ഞാൻ വായിക്കാം. അതെ, അത് ആവർത്തിച്ച് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാ. അതേപോലെ ആകാശദൂതിനകത്ത് വയലിൻ സംബന്ധമായ ഒരു കഥയാണ്. ആ കഥയ്ക്കകത്ത് രാപ്പാടി എന്ന് പറയുന്ന പാട്ട്, അത് ഇനി അത് എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പാട്ടാണ്. അത് തുടങ്ങുന്നത് നമുക്കൊന്നും ഒരിക്കലും അത് അനുകരിക്കാൻ പറ്റില്ല. അതായത് ഹൈയില അത് വേറൊന്നുമല്ല. അതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും സങ്കടം വരുമ്പോൾ നമുക്കൊരു എന്ന് പറയുന്ന ഒരു, അതായത് മൈനർ സ്കെയിലാണ്. അതിലത്തെ ഏറ്റവും സങ്കടം തോന്നിക്കുന്ന നോട്ടാണ് ചെറിയ ഗാന്ധാരം. വെറുതെ ഒരു കോഡ് ഇട്ടിട്ട് അതിൽ വായിച്ചാൽ തന്നെ ഒരു അറ്റ്മോസ്ഫിയറിൽ ആകെ ഒരു ശോകമുഖമായ അന്തരീക്ഷം വരും. അതിലാണ് ആ പാട്ട് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ പല പാട്ടുകളുണ്ട്, പക്ഷെ ഇത് അതിൽ തന്നെ നിന്നുകൊണ്ട് തന്നെയാണ്. കണ്ട പാടി കേഴുന്നുവോ, ഇത് ട്യൂണല്ല, ആ വരി കേട്ടോ. രാപ്പൂവും വിട ചൊല്ലുന്നുവോ. അത് ആ പടത്തിന് ONV സാറ് എഴുതി വെച്ച വരിയാണ്. അത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല, എഴുതാനില്ല. അത് ആ പടത്തിനെയും സപ്പോർട്ട് ചെയ്തു, ആ പടം പാട്ടിനെയും സപ്പോർട്ട് ചെയ്തു, പരസ്പരം സപ്പോർട്ട് ചെയ്തു. വലിയ ഹിറ്റായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസസിൽ നമ്മൾ ഇപ്പോൾ ദാസാർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കയറി വന്നതാണ് ജയചന്ദ്രൻ സാറിൻ്റെ വോയിസ്. നമ്മൾ രണ്ട് തരത്തിൽ അതിനെ മനസ്സിൽ ഇപ്പോഴും കൊണ്ടു കിടക്കുന്നുണ്ട്. അത് ഒരിക്കലും മായാത്ത രണ്ട് ശബ്ദങ്ങളാണ്. അഴകെ എന്ന് പറയുന്ന പാട്ടിൽ സാർ ഉപയോഗിക്കുമ്പോൾ കസ്തൂരിമാനിൽ ആ ഒരു വോയിസ് അതല്ലായിരുന്നുവെങ്കിൽ ആ പാട്ട് ഇപ്പോൾ നമ്മൾ അത്രയും എനിക്ക് ആസ്വദിക്കാൻ പറ്റും തോന്നുന്നില്ല. അതിലെ ഒരു പോർഷനുള്ള ഈ ജയേട്ടൻ്റെ പ്രത്യേകത ഇപ്പം ഇതിൽ എൻ്റെ അനുപല്ലവിയാണ്. മുകിലാണു ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണ്ണമേഘം, വേഴാമ്പൽ ഞാൻ ദാഹിച്ചുലയുമ്പോൾ മഴയായി നീ നിറഞ്ഞു പെയ്തു എന്ന് കവിയുടെ സങ്കല്പം. മുകിലാണു ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണ്ണമേഘം, വേഴാമ്പൽ ഞാൻ, ഇങ്ങനെ പാടും. പക്ഷെ ജേട്ടൻ ഇങ്ങനെയല്ല പാടുക. മുകിലാണ് ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണ്ണമേഘം. ഞാൻ പാടുമ്പോൾ ഈ സങ്കടം വരുമ്പോൾ അതിനൊരു ഭംഗിയോറുണ്ട്. പക്ഷെ ചേട്ടൻ ആ സങ്കടം ഫീല് വരുമ്പോൾ എന്തൊരു, അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറിച്ച് നമുക്ക് കാണിച്ചു. അതേമാതിരിയാണ് ആ പാട്ട്. ഇതേപോലെ എല്ലാ പാട്ടുകളും, എന്തോരം പാട്ടുകൾ. ഓ, ശിവന്റെ എൻ്റെ ഒരു പാട്ടുണ്ട്, മൂന്നാമതൊരാൾ. സന്ധ്യേ സന്ധ്യേ സായം സന്ധ്യേ, അതാ സായം എന്നൊക്കെ പറയുമ്പോഴും സായം സന്ധ്യേ ദുഃഖത്തിൻ നനവുള്ള ആ ദുഃഖത്തിൻ നനവെന്ന് ശിവു ഗംഭീരമായിട്ട് എഴുതിയിരിക്കുകയാണ്. ദുഃഖത്തിൻ്റെ നനവാണ്, നിറമല്ല, നനവ്. ദുഃഖത്തിൻ നനവുള്ള സന്ധ്യേ നീ എനിക്കെത്ര പ്രിയങ്കരിയാണ്, നഷ്ടപ്പെടാതിരിക്കാനായി കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചോട്ടെ നിന്നെ. പറയുന്ന കാര്യമാണ്, കൈകൊണ്ട് തന്നെ ചുറ്റിപ്പിടിച്ചോട്ടെ എന്നേ പറയുന്നത്. പക്ഷെ അത് ഞാനിപ്പോൾ ഈ പാടി പോലല്ല, ഈ പാട്ട് ചേട്ടൻ പാടുന്ന കേട്ട് നോക്കണം. എന്തൊരു ഫീലാണെന്ന് പറയുന്നത്. ഇതെനിക്കൊരിക്കൽ ഓർമ്മയുണ്ട്. അന്ന് ഈ ഒരു വലിയ പുലി സംവിധായകനുണ്ട്, ഭദ്രൻ, പടിയൊക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം, ഞങ്ങൾ മദ്രാസിൽ ഒരുമിച്ച് ഞങ്ങൾ ഇഷ്ടംപോലെ ഞങ്ങൾ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും, ചിലപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് പറഞ്ഞത്. ഞാനിത് കാറിൽ പാട്ടിട്ടു, സൈലൻ്റായിട്ട് ഇരുന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് വിങ്ങി പൊട്ടി അങ്ങോട്ട് കരയാണ്. അതിലൊരുപാട് അർത്ഥമുണ്ട്. ഒന്ന്, ചേട്ടൻ ഒരുപാട് പാട്ടൊന്നും അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടൊന്നുമില്ല. ഒരുപാട് അവസരങ്ങളും
കമ്പാരിറ്റീവ്ലി ജയേട്ടന് കിട്ടിയിട്ടില്ല. പക്ഷെ ആ മനുഷ്യൻ എന്താണ് പാടി വെച്ചിരിക്കുന്നത് ആ പാട്ട്. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരുപാട് അവസരം കിട്ടാത്ത ഒരാൾ, നിറയെ അവസരം കിട്ടിയിട്ടുണ്ട് പണ്ട്, അത് വേറെ കാര്യം. പക്ഷെ പിന്നെയുള്ള ഒരു കാലഘട്ടത്തിൽ ജയേട്ടൻ അധികം പാട്ടുകളില്ല. ആ സമയത്ത് ആരോ ഒരുത്തൻ സംവിധാനം ചെയ്യുന്ന VK പ്രകാശ് ജയേട്ടൻ്റെ വലിയ ഫാൻ, അതും കൂടി ഒരു കാരണമാണ് ജയേട്ടനെ. അല്ലെങ്കിൽ നോർമലി നമ്മൾ ചിലപ്പോൾ ചേട്ടനെ വിളിച്ചെന്നിരിക്കില്ല, നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു ഹോൾഡൊന്നും ഇല്ലല്ലോ. ഡയറക്ടർ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേട്ടനെ വിളിക്കുന്നു, ചേട്ടൻ വന്ന് അങ്ങോട്ട് പാടിത്തകർന്നു. ഇതെല്ലാം കൂടി ആകുമ്പോഴേ ഇത് കേൾക്കുന്ന ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് ഒരു കുറ്റബോധമൊക്കെ തോന്നി കാണണം അദ്ദേഹത്തിന്. അല്ല, തീർച്ചയായിട്ടും കുറ്റബോധം അല്ല ഞാൻ പറയുന്നത്, എന്ത് മനോഹരമായിട്ട് പാടിയിരിക്കുന്നത് ആ പാട്ട്. ഞാൻ ഇത്രയും വാചാലമായത് ഞാനത് അനുഭവിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഫീല്. പിന്നീട് എനിക്കും കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ആ പാട്ട്. അല്ല, അങ്ങനത്തെ എല്ലാ പാട്ടുകളും കേട്ടോ, ഒരുപാട് പാട്ടുകൾ അങ്ങനെ പാടിയിട്ടുണ്ട്. കാതോട് കാതോരത്തിലെ പാട്ട് കുഞ്ചാക്കോ ഉപയോഗിക്കുമ്പോഴും കുഞ്ചാക്കോയ്ക്ക് സാർ ഒത്തിരി പാട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ചാക്കോയെ ഇത്രയും സ്റ്റാർ ആക്കിയതിൽ സാറിന്റെ പാട്ടുകൾക്ക് ഒരു പങ്കുണ്ട്. അത് കുഞ്ചാക്കോ ജനിച്ചത് തന്നെ അനീതി പ്രാവിലൂടെയാണ്. അതെ അല്ലേ? അതെ. അതിൽ ഒരു രാജമല്ലി ഇപ്പോഴും നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു എന്താ പറയാ, ഒരു ന്യൂജൻ പാട്ടായിരുന്നു. ഇല്ലേ, ന്യൂജൻ ബൈക്കൊക്കെ അതിനകത്ത് ഒരു രാജമല്ലി. അതിന്റെ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ന്യൂജൻ പാട്ടാണ്, ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ ന്യൂജൻ ആണത്. ഇന്നത്തെ കാലത്തും അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഓർക്കസ്ട്രേഷൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളങ്ങനെ ഒരു ജിങ്കിന്ന് പറഞ്ഞിട്ട് തവലയും വെച്ച് വായിക്കാവുന്നതാണല്ലോ ആ പാട്ട്. എന്താ കുഴപ്പം? നല്ലൊരു ട്യൂണ്, നല്ല ലിറിക്സാണ്. ഒരു തത്താരീരി, അത് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ടോണിൽ കീബോർഡിൽ വായിച്ചിരിക്കുക. പക്ഷെ അത് ഓഫ് കോഴ്സ് ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു. അത് ഐ എം സോ ലക്കി. അതിനെ പടം കൂടി സപ്പോർട്ട് ചെയ്തു. നല്ലൊരു പടം വന്നു, അതിൽ നല്ല പിക്ചറൈസേഷൻ, ഫാസിൽ സാറിൻ്റെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് എല്ലാം കൂടിയായപ്പോൾ അത് തകർന്നു. ഓപ്രിയയും ഹിറ്റാണ്. ഇപ്പോഴും നമുക്ക് കാണുമ്പോൾ ഫീൽ ഉണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ പടം ഹിറ്റാക്കിയത് ഓപ്രിയയാണ്. ഓപ്രിയ വാസ് ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ അന്ന് ഒരു രാജമല്ലി അത്ര അങ്ങോട്ട് ആയിട്ടില്ല. കാരണം അന്ന് ആ ഒരു മെലഡിയും അവരുടെ പടത്തിന്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓപ്രിയയാണ്. കാരണം മൊത്തത്തിലൊരു വിരഹത്തിന്റെ ഫീലാണ് പടത്തിന്റെ ക്ലൈമാക്സ് വരയ്ക്കും അല്ലേ. ക്ലൈമാക്സിലാണ് സംഭവം തളിർത്തത്. അതുവരയ്ക്കും പ്രശ്നമാണ്. അതിന് ഏറ്റവും പറ്റിയ പാട്ട് ഓപ്രിയയാണ്. ആ പടത്തിന്റെ കഥ നമ്മളിൽ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടൊരു വൈബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഓപ്രിയ. പക്ഷേ പിന്നീട് കാലം കഴിഞ്ഞു, പടത്തിൻ്റെ സബ്ജക്റ്റ് മാറി, ആൾക്കാരതൊക്കെ മറന്നു, പടം പഴയതായി. ഒരു രാജമല്ലി വരുന്നു, അത് ഇപ്പോഴത്തെ കാലത്തിന് പറ്റിയ ഒരു പാട്ടാണ്. ബൈക്കിലൊക്കെ പോകുമ്പോൾ പിന്നെ അതിനൊരു ഫാൻസി ഉണ്ടല്ലോ. കുറച്ച് പഴയതായാലും അതൊരു പുതിയതായിട്ട് വീണ്ടും പാടുന്നതിൻ്റെ ഒരു സുഖം. അന്നത്തെ ഒരു വലിയ സ്റ്റാറിനെ ആദ്യത്തെ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ കുറച്ച് മനോഹരമായ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത് ഭയങ്കര ബിഗ് സ്റ്റാർ ആയിട്ട് മാറിയിട്ടുള്ളതാണ് നമ്മുടെ ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിലിന്റെ ഫാസിൽ സാറിന്റെ സിനിമയിൽ ഞാനത് ആരെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഒരാളെ വളർത്തിയില്ല. ഞാൻ ചിന്തിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഫഹദിനെ കുറിച്ചിട്ട് ഒരിക്കലും ചിന്തിച്ചില്ല ഞാൻ സത്യം പറഞ്ഞു. നോക്കുമ്പോ ശരിയാണല്ലോ, ഇന്ന് സൂപ്പർ സ്റ്റാർ ആണ്. പൂവേ ഒരു മഴമുത്തം നല്ല പാട്ട്, കവിളിൽ പറഞ്ഞു. അത് ഭയങ്കര രസം. പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ. അവിടെ നല്ല എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ട്. അതിൽ വേറൊരു പാട്ടും കൂടെ ഉണ്ട് സാറേ അതേപോലെ ഹിറ്റ് ആയിട്ടുള്ള, വസന്തരാവിൻ കിളിവാതിൽ വിജയശ്വാസിന്റെ തുടക്കത്തിലുള്ള പാട്ടുകളിൽ പെട്ട പാട്ടാണ്. പിന്നെ അതിൽ ഗോകുലത്തിൽ താമസിക്കും ഗോപപാലൻ എന്ന് പറഞ്ഞ പാട്ട്, ഇത് ശരിക്കും പറഞ്ഞൊരു തുണ്ടുപാട്ടാണ്. പക്ഷെ അത് ആ പാട്ട് നമ്മളതിൻ്റെ ഓർക്കസ്ട്രേഷനിലോട് കൂടിയിട്ട് അത് പാടിയിരിക്കുന്നത് കേൾക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സുഖം, ഭയങ്കര സുഖം കേൾക്കാൻ. അതെ, ഈ വസന്തരാവിൽ തുടങ്ങിയിരിക്കുന്ന ഭയങ്കര രസമാണ്. ആ പിച്ചിങ്ങില്ലേ, അതെനിക്ക് അതുണ്ടോ അതിന് മുമ്പ്? ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ്
താരരറ്റാ തെരിറ്റേ. ഇത് കഴിഞ്ഞ ബിറ്റ് വരും, ആ ഋതം വന്നിട്ട് വസന്തരാവിൻ എളിവാതിൽ തുറന്നതാരാണോ. ഭയങ്കര രസമുള്ളൊരു നല്ല നല്ല വരികളും നല്ല ഇതാണ്. അതുപോലെ പിന്നെ ആ പടം വിചാരിച്ച മാതിരി അങ്ങോട്ട് സക്സസ് ആയില്ല. കാരണം നമ്മൾ ആ അനീതി പ്രൊവൊക്കെ കിടന്നിട്ട് ഭയങ്കര ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ട് വരുന്ന ഒരു പടമാകുമ്പോൾ ജനങ്ങളെപ്പോഴും ഒരു ചെറിയ കമ്പയർ ചെയ്ത് എവിടേക്കോ പിഴച്ചു താളം തെറ്റിയ ഒരു പടമായിരുന്നു. അല്ലെങ്കിൽ നല്ല പടമായിട്ട് വരണം. നല്ല പടമായി ഹിറ്റായിരുന്നെങ്കിൽ ഈ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. സർ, ഫെസ്റ്റിവൽ സോങ്സിലേക്ക് വരുമ്പോൾ ഷിബുചേട്ടൻ്റെ പേരാണ് എനിക്ക് ആദ്യം പറയാൻ തോന്നുക. കാരണം ഈ തീരം തേടുവോളവും പിച്ചകപ്പൂവും കാവുകൾക്കപ്പുറം, അതേപോലെ അതിൽ തന്നെ അന്തിപ്പൊൻവട്ടം, ഇങ്ങനെ ഒത്തിരി പാട്ടുകൾ വന്നിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒത്തിരി പാട്ടുകളുണ്ടല്ലോ. ഇപ്പോൾ കണ്ടാച്ചിരിക്കാത്ത കക്കറുമ്പിയെ കണ്ടാലറിയാമോ കാട്ടുപൂവേ കരൽ കണ്ടു, അത് ഭയങ്കര അതിൻ്റെ ഒരു താളമല്ലേ, അങ്ങനെ പോകുന്നില്ലേ? ഇത് മേക്ക് ചെയ്യുമ്പോൾ സമയത്ത് സാറിൻ്റെ ഉള്ളിൽ ഇതേ തരത്തിലുള്ള ഹർഷമായിരിക്കും. നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പോഴും ആഗ്രഹിച്ച് ഇങ്ങനെ പാടില്ലേ, അതേ ഹർഷം സാറിന് അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടാവുമോ? ഉണ്ടാക്കണ നേരത്തെ ഉണ്ടാവില്ല. ഉണ്ടാക്കണ നേരത്തെ നമ്മളെങ്ങനെ മറ്റുള്ളവരെ അത് ഇത് ഉണ്ടാക്കണം, മറ്റുള്ളവരിൽ എങ്ങനെ അത് ചലനം സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇത് കേൾക്കുമല്ലോ റീപ്ലേ, അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. ഭയങ്കരമായിട്ട് കുറച്ച് ദിവസം അത് തന്നെ കേട്ടുകൊണ്ടിരിക്കും. ഹെഡ്ഫോണിലാണ്, വാക്ക്മാനിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇത് നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കും. പിന്നെ അത് മറക്കും കുറച്ച് കഴിയുമ്പോൾ. ഈ പ്രിയദർശൻ സാറ് പിന്നെ ഈ ഷിബു ചേട്ടൻ ഒരു കോംബോ ഉണ്ട്, ഔസേപ്പച്ചൻ സാറ്. ആ പടങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഒരു രസമാണ്, ഒരു ഇളക്കം ഉണ്ടാവണം ഈ പാട്ടുകൾക്കൊക്കെ ഇന്നുണ്ട്. ഇപ്പം അതിൻ്റെ സിറ്റുവേഷൻസ് പറയുമ്പോൾ തന്നെ ഒരു മെലഡിയും ഉണ്ടാവും. പ്രിയദർശൻ സാർ ഭയങ്കരമായിട്ട് പാട്ടുകളെ ആസ്വദിക്കാൻ കൺസീവ് ചെയ്യുന്ന ഒരാളാണ്. അതിന് ഭയങ്കരമായിട്ട് സജഷൻസ് പുഷ് ചെയ്ത് തന്നെ ചിലപ്പോൾ ചില സജഷൻസ് വരും, ചിലപ്പോൾ ചില റെഫറൻസ് വരും. ആ ഒരു കോംബോ ഇല്ലേ, കോംബോയിൽ കുറേ പാട്ടുകളുണ്ട്. അതിനെ പറ്റിയിട്ടൊന്ന് പറയൂ സാർ. ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വന്ദനം, മറ്റേ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, പിന്നെ മുത്തശ്ശി കഥ, മേഘം ചെയ്തിട്ടുണ്ട്, അക്കരെ ചെയ്തു. അക്കരയിലാണ് കുറച്ച് ജിബ്രിഷ് പോലെ സാധനങ്ങൾ. അത് ശരിക്കും ഇൻസ്പയറിംഗ് ആയിരുന്നു അല്ലേ സാർ അത് എടുത്തത്? അത് ഇൻസ്പയറിംഗ് ആകുന്നില്ല. അന്ന് ബേസ് ഗിറ്റാറിസ്റ്റാ അത് പാടിയ ആള്. അത് ഹീസ് ഒറിജിനൽ കെനിയൻ, ജോജോ എന്ന് പറയും. അപ്പോൾ ജോജോ എൻ്റെ കൂടെ അന്ന് ഗിറ്റാർ വായിച്ചിരുന്ന എൻ്റെ കൂടെ എൻ്റെ വെരി ഗുഡ് ക്ലോസ് ഫ്രണ്ട്. ഞങ്ങൾ അത്ര അടുപ്പ്. കാരണം എൻ്റെ ആദ്യകാലത്തെ കാതോരം തൊട്ട് എൻ്റെ കൂടെ കമ്പോസിങ്ങിന് ഗിറ്റാറിസ്റ്റായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജോൺ ആൻ്റണി എന്ന് പറയും. വൺ ഓഫ് ദ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് ഇൻ ഇന്ത്യ. ബേസ് ഗിറ്റാർ വായിക്കുന്ന ജോജോ ഉണ്ട്. അപ്പം ഞാൻ വെറുതെ ചുമ്മാ ഇത് ആരും പറഞ്ഞൊന്നുമില്ല കേട്ടോ. എനിക്കിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണം. ഇതുവരെയല്ല ഞാൻ ഏതാണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഞാൻ പാടി. അപ്പൊ നല്ല രസമാണ് സൗണ്ടിങ്. ഇപ്പൊ ഇങ്ങനെയല്ല, ഇതിപ്പോ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് ഒറിജിനൽ അറിയാവുന്നതുകൊണ്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ച് തെറ്റിപ്പാടുന്നതാണ്. അങ്ങനെ ഒരു സാധനം പാടി. അപ്പൊ അത് പ്രിയന് വലിയ ഇഷ്ടമായി. ഇത് കൊള്ളാം. അപ്പൊ ഇത് നമുക്ക് ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് ഡിഫറെന്റ് ഒരാളെ അങ്ങനെയൊക്കെപ്പോ മുമ്പിൽ ആളിരിക്കുന്നുണ്ട്, ഇത് ബേസ് ഗിറ്റാർ. പുള്ളിയോട് ഇതിന് നീ വല്ല വരികളും നിങ്ങളുടെ ഭാഷയിലേക്ക് there is a meaning for that. It's not വെറും ജിബ്രീഷ് അല്ല അത്, ഒറിജിനൽ മീനിങ് ഉള്ളതാണ്. അതിന് അർത്ഥമുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അടി കിട്ടും. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് ജോജോനോട് ചോദിക്കണം, ആൾ പറ്റും പോയി. അപ്പൊ ജോജോ അത് ഉണ്ടാക്കി പാടി. അത് പ്രിയന് ഭയങ്കര ഇഷ്ടമായി. പുള്ളീനെ തന്നെ വെച്ചിട്ട് അത് പിക്ചറൈസ് ചെയ്യുകയും ചെയ്തു, വിഷ്വലി ചെയ്ത് പുള്ളിയാണ് അത് പാടുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യവന കഥയിൽ നിന്ന് വന്ന ഇടയ കന്യക എന്ന് പറയുന്ന പാട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഇപ്പം ഇത്രയും താളമുള്ള രസമുള്ള പാട്ടുകൾ ഉണ്ടാക്കുമ്പോഴും, ഇപ്പോൾ കവിളിനയിൽ പോലെയുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ആൾക്കാരെ രസിപ്പിക്കുന്ന പാട്ട് ഉണ്ടാക്കുമ്പോഴും ഈ യവന കഥയിൽ ഒരുപാട് കാലം എക്സിസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് അത്രയും നന്നാവാനുള്ള കാരണം എന്താണെന്ന്?
അത് നന്നായി പോയി. നമ്മുടെ കയ്യിലല്ലല്ലോ അത്. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു വിധി അതാണ്. പിന്നെ ഷിബു ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ചർച്ചയുണ്ടല്ലോ, ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബുവിൻ്റെ കൂടെ ഷിബുവിൻ്റെ വരികളിലേക്ക് ഞാനും വളരെയധികം ശ്രദ്ധിച്ച് ഇങ്ങനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അതേപോലെ എൻ്റെ ട്യൂണിലും ഷിബുവിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരുപാട് വരും. അങ്ങനെയുള്ള ഒരു രണ്ടുപേരും തമ്മിലുള്ളൊരു എന്താ പറയുക, ആ റിലേഷൻഷിപ്പിൽ നിന്നാണ് ഇത് വരുന്നത്. ആൻഡ് അത് വളരെ സ്നേഹബന്ധത്തോട് കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നല്ലത് പറയുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ ആ പാട്ടുകളൊക്കെ നന്നായി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഭദ്രൻ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒളിമ്പ്യൻ അന്തോണിയാദത്തിൽ ഏയ് ചുമ്മാ ചുമ്മാ കരയാതടോ എന്ന് പറയുന്ന ഒരു സാധനോട് സിമ്പിളായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഭദ്രൻ സാറിൻ്റെ തന്നെ സജഷൻ ആയിരിക്കും അല്ലേ, അങ്ങനെ തുടങ്ങിയാൽ മതി എന്നുള്ളത്? ഒരു സജഷനും ഇല്ല, ഒറ്റ സജഷൻ ഉണ്ടായിരുന്നു. വർത്താനം പറയുന്ന പോലെ ഒരു പാട്ട് വേണം. ആശ്വസിപ്പിക്കുന്ന പോലെ കരയല്ലേട്ടാ, എന്തിനേ കരയുന്നേ മോളെ, ഈ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ട്യൂണായിട്ട് പാട്ടായിട്ട് അത് വലിയ കാര്യമായിട്ട് ഒരു പാട്ടിൻ്റെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്കും മറ്റേ ഗിരീഷിനും. എന്തെഴുതുക, അപ്പം ഇങ്ങേരെ കുറിച്ച് പറഞ്ഞു കേട്ടുള്ളൂ, ഒരു ഭയങ്കര പുലിയാണ്. പാട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളെ ശരിക്കും പിടിക്കും, കുടഞ്ഞിടും നമ്മൾ. അപ്പം അത് കേട്ടിട്ടാണ് ഇത് ഗിരീഷ് വന്നിരിക്കുന്നത്. പുലിമടയിലേക്കാണല്ലോ നമ്മൾ കയറിയിരിക്കുന്നത്, ഔസേപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ മുറുക്കാനൊക്കെ മുറുക്കി ഹ്യൂമറസ് ആയിട്ട് പുള്ളി അതൊക്കെ അവതരിപ്പിച്ചിട്ടാണ് വരുന്നത് തന്നെ. അതിനിടയ്ക്കാണ് ഈ ബാക്കി ആദ്യത്തെ പാട്ട് നല്ല രസമായിട്ട് പോയി. 2 പാട്ട് മറ്റേ കൊക്കിക്കുറുകിയും പിന്നെ നിലാപ്പ ഇതിലേക്ക് നന്നായിട്ട് പോയി. പക്ഷെ ഇത് ഇത്തിരി ചലഞ്ചാണ്. അങ്ങനെ പിന്നെ ഞാൻ അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വളരെ കാഷ്വലായിട്ട് എൻ്റെ വൈഫ് ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്ന നേരത്ത് എനിക്ക് പെട്ടെന്ന് കാറ് വന്ന് വീടിൻ്റെ മുമ്പിൽ നിർത്തി ഇറങ്ങാനായിട്ട് തോന്നുന്നത്, ഒരു സെക്കൻഡ് നിൽക്കാൻ പറഞ്ഞു, എന്നിട്ട് നീ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞ പോലെ, ഹേയ് ഹേയ് ചുമ്മാ ചുമ്മാ കരയാതെടോ, തഞ്ചി കൊഞ്ചിച്ചിരിക്കാമെടോ, ഇനി എന്തിനാണ് പിണക്കം, എല്ലാം മറക്കാമെടോ. ഇത് ഞാൻ ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് ദിസ് ലിറിക്സ് ഞാൻ മറിയയുടെ അടുത്ത് പാടുകയാണ്. അവളുടെ ഫേസിൽ കണ്ണീന്നൊക്കെ വെള്ളം വന്ന് പെട്ടത്. ഇതിപ്പോൾ നമുക്കറിയാം ഇത് എന്താണെന്നുള്ളത്, പാട്ടും അറിയാം, ഈ സിറ്റുവേഷനും അറിയാം. പക്ഷെ അന്ന് അത് ഇറ്റ് വാസ് എ ഷോക്കിംഗ്. അപ്പോൾ എനിക്കിതിൽ എന്തുകൊണ്ട് ഞാൻ അവിടെ ഡയറക്ടറെ വിളിക്കുന്നു. അപ്പോൾ ആ തുടക്കത്തിലൊക്കെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്തു. ഹേയ് ഹേയ് ചുമ്മാ വർത്താനം പറയുന്ന പോലെയല്ലേ. അത് കഴിഞ്ഞിട്ട് പാടിയില്ലെങ്കിൽ ഹേയ് ഹേയ് ചുമ്മാ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്താനം പറയുന്നതാണ്. കരയാതെടോ, അതും കുറച്ചൊക്കെ വർത്താനമാണ്. ഹേയ് കുറച്ചും കൂടി ശബ്ദം ഉയർത്തി പറയാണ്, തഞ്ചി കൊഞ്ചി ചിരിക്കാമെടോ എന്ന് പറയുന്ന ലാഘവത്തോടു കൂടിയിട്ടാണ്. പക്ഷേ അതിന് ചെറിയൊരു പിച്ചിങ് വന്നപ്പോൾ ഹേയ് ഹേയ് ചുമ്മാ ചുമ്മാ കരയാതെടോ സംഗതിക്ക് വന്നു. പാട്ട് പാടിയപ്പോൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അതൊന്നുമില്ല. തഞ്ചി കൊഞ്ചിച്ചിരിക്കാമെടോ, പിന്നെ ട്യൂൺ വന്നു. ഇനി എന്ത്, അതും ആ ലിറിക്സിന്, ഇനി എന്തിനാണ് പിണക്കം, എല്ലാം മറക്കാമെടോ. ഈ ഡിഫറെന്റ് ജോണേഴ്സിൽ പാട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിഫ്രഷ്ഡ് ആവും, നമ്മൾ തന്നെ ഒന്ന് മാറും. ഐ ലവ് ദാറ്റ്. എനിക്ക് ഈ സ്ഥിരം ട്യൂണുകളും സ്ഥിരം പാട്ടുകൾ വേറോടും എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഈവൻ ദ BGMs എത്ര പാട്ടുകൾ ഞാൻ ചെയ്തത്. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓരോ BGM ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തുമാത്രം ആലോചിച്ച് അത് ഡിഫറെൻ്റ് ആക്കണം. അല്ലാണ്ട് വെറുതെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 4 ബാർ സിത്താർ, 4 ബാർ ഫ്ലൂട്ട്, അത് കഴിഞ്ഞാൽ വീണ, അത് കഴിഞ്ഞാൽ തബലയുടെ ഒരു പെരുക്ക്, പാട്ട്. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് എനിക്കിഷ്ടമേ അല്ല. അങ്ങനത്തെ ഫോർമാറ്റിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ കുറ്റം പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ അനിഷ്ടം പറയാലോ. അത് കേൾക്കുന്നതും അന്നത്തെ പാട്ടുകളും എനിക്കിഷ്ടമാണ്. പക്ഷേ അന്ന് ഒരുപാട് നല്ല ബാക്ക്ഗ്രൗണ്ട്സോട് കൂടിയിട്ട് പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ ഞാൻ പറയുന്നത്, പാട്ടുണ്ടാക്കുമ്പോൾ
ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് ആൾക്കാരെ പാട്ടാണ് മെയിൻ, ബാക്ക്ഗ്രൗണ്ട് ചുമ്മാ ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട് വിട്ട് 4 ബാർ സിത്താറ് 4 ബാർ ഇങ്ങനെ കാഷ്വലായിട്ട് ഞങ്ങൾ പറയും മ്യൂസീഷ്യൻസ്. ഇപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അസിസ്റ്റൻറ്റിനോട് പറയാം അതേടാ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അതിപ്പോൾ നോക്കി ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കും, ചുറ്റും നോക്കും, സിത്താറുണ്ട്, ഫ്ലൂട്ടുണ്ട്, ഇതുണ്ട്. ആദ്യം ഇത് കഴിഞ്ഞ വഴിക്ക് പിന്നെ ഓഫ് കോഴ്സ് അതിന് മാച്ചായിട്ടുള്ളൊരു ട്യൂണൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക എന്നറിയാം. ഒരു 4 ബാർ ഫ്ലൂട്ട്, അത് കഴിഞ്ഞാൽ 4 ബാർ സിത്താറ്, പിന്നെ ഒരു ചെറിയൊരു തീരുമാനം തബലയിൽ വന്നിട്ട് പാട്ട് തുടങ്ങാമെന്ന് പറയും. ഈ പരിപാടി എനിക്കില്ല. എൻ്റെ ആദ്യത്തെ പടത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നീയൻ സർഗ സൗന്ദര്യം എടുത്തു, അതിൻ്റെ തുടക്കത്തിൽ പിന്നെ ആ പാട്ട് വയൽ മാച്ച് പൂമാനവും താഴെ ഭൂമിയും മേഘനാവണ്യമേ. ഭയങ്കര പിച്ചായി പോയി പാടിയപ്പോൾ, ആവേശം മുതൽ. അതാണ് അല്ല ഞാൻ പറഞ്ഞത് എങ്ങനെ, ഞാൻ ആദ്യത്തെ തൊട്ട് എനിക്ക് അങ്ങനെ എൻ്റെ BGMs ഐ വാണ്ടഡ് ഇറ്റ് ടു ബി ഡിഫറെൻറ്റ്. എൻ്റെ തന്നെ പാട്ടിൻ്റെ ഒരു BGM റിപ്പീറ്റ് ചെയ്യുന്നത് പർപ്പസിൽ ചിലപ്പോൾ ചെയ്യും, ചില പർപ്പസ് ഉണ്ടാവും, അതിനൊരു സാഹചര്യം ഉണ്ടാവും, അത് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം. ഇപ്പോൾ അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഏതോ ഒരു പാട്ടിലുണ്ടല്ലോ, മറ്റേ നമ്മുടെ പഴയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സലിൽ ചൗധരിയുടെ പാട്ട്, ടടൻ ടടൻ ടടടൻ ടടടൻ ടടടം ടടടടം ടടടട ടടടടടടടടട ടടടടട ടടടടടട ടടടരിടിരിടിരിടി. ഒരു പാട്ടിൻ്റെ ട്യൂൺ എടുത്തിട്ട് വേറൊരു പാട്ടിൽ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട്. അല്ല ഞാൻ പറയുന്നത് അങ്ങനെ വല്ലപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പാതിരാമഴയായാലും അതിൻ്റെ BGMs ഒക്കെ കണ്ടില്ല, ഒരു സിസ്റ്റമാറ്റിക് BGM ആയിരിക്കില്ല. അതേപോലെ ഇപ്പോൾ ഈ ഫോർമാറ്റ് ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല. ആ ഒരു ഫോർമാറ്റിൽ വന്നിട്ടില്ല ഒരു വയലിൻ്റെത്. എന്നാൽ ഈ ഫോർമാറ്റ് എവിടെ നിന്നോ എടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ. തൂവൽ സ്പർശം എന്ന് പറഞ്ഞ പടത്തിലെ ഒരു തീം മ്യൂസിക്കായിട്ട് കമൽ തന്നെ സംവിധാനം ചെയ്ത പടത്തിലെ വീണയിലും വായിച്ചിട്ടുണ്ട്. പിന്നെ ഉർവശിയും സുരേഷ് ഗോപിയും തമ്മിലുള്ളൊരു ഡിറ്റാച്ച്ഡ്, അവർ തമ്മിൽ അങ്ങനെയാണല്ലോ, കുട്ടീൻ്റെ ആ സെൻറ്റിമെൻറ്റ്സിന് ഒരു തീം മ്യൂസിക് ആയിരുന്നത്. ഇതേപോലെയല്ല, ചെറിയ വ്യത്യാസം ഉണ്ട് എന്ന് വെച്ചോ. ഇതുണ്ട്, ഞാനത് കമലെ അത് ആ ഒരു ബിറ്റുണ്ട്, അത് സൂപ്പറാണ്. അങ്ങനെ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ഈ എസ് രമേശൻ നായരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈനാണ്, ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം ഞങ്ങൾ സന്തുഷ്ടരായില്ലേ. അത് വേറും മറ്റേ ഇരുമയും ഒരു മനസ്സും അത് നല്ല പാട്ട്. പക്ഷെ ഇത് രസമായിരുന്നു അന്ന്, അതിന് ഭയങ്കര ഒരു അംഗീകാരം കിട്ടി അവരുടെ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര രസമായിരുന്നു. അതേപോലെ സാറ് ഡിഫറൻസ് കൊണ്ടുവരുമ്പോൾ ടങ് ട്വിസ്റ്റർ കൊണ്ടുവന്നാണ് കളകളം ഒഴുകുമോ ഒരു അരുവിയിൽ അലകളിൽ, കളകളം ഇളകുമോ ഒരു അരുവിയിൽ അലകളിൽ ഒരു പുളകം, കളകളം ഒഴുകുമോ ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം, അലികുളം ഇളകിയ ചുരുളലകം. അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കാം. പക്ഷെ ഈ ബിജു സാറിന്റെ ഈ വരിക്കുള്ളില് അർത്ഥം ഞാൻ തേടിപ്പോയിട്ടുണ്ട്. കളകളം ഒഴുകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിര് ഒരു പുളകം. ഓക്കെ, ആ കുളിര് ഒരു പുളകം. അപ്പൊ കരളിലെ മലരിതൾ ഉതിരുമൊരളികുലം, പണ്ട് അളികുലം ഇളകിയ ചുരുളലകം. അതേപോലെ ഒരു ചുരുള് ഈ മനസ്സിൽ അളികൾ ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു അർത്ഥം വരുന്നുണ്ട്. അപ്പം ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. പക്ഷെ സാറ് ശരിക്കും ഇത് പണി കിട്ടിയത് ദാസാറിനായിരുന്നു. അത് ദാറ്റ് ഈസ് ഒരു പാട്ടിന്റെ ഭാഗമൊന്നുമല്ല അത്. അതൊരു ജിംനാസ്റ്റിക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ലേ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു മനുഷ്യന് ചിലപ്പോൾ ഇവിടുന്ന് ഒറ്റക്കാലം കൊണ്ട് ഒരു ചാട്ടം ചാടിയിട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റിയെന്ന് വരില്ല. ഇറ്റ്സ് എ ഡിഫറൻസ്.
പക്ഷെ അന്ന് അത് ഞാനത് വളരെ സ്റ്റഡിയിലായിരുന്നു. ഞാൻ ഒറിജിനൽ ആ സാധനം നല്ല സ്പീഡാണ്. കളകളമിളകം മറ്റേ ഉരുപ്പുളകം കരലിൽ വളരെ ഇപ്പൊ പറ്റുന്നില്ലേ, അപ്പൊ വായൊക്കെ പോയി. അന്ന് അത്രയും സ്പീഡ് എന്ന് പറഞ്ഞിട്ട് പാടി. പക്ഷെ പടത്തിൽ അതല്ല വന്നത്. പടത്തിലത് മോഹൻലാൽ തന്നെ ഇത്രയും സ്പീഡിലെങ്കിലും അദ്ദേഹം അത് ആ ഒരു ഡയലോഗ് പ്രസന്റേഷനിലൂടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഇത് ഒരു പാട്ട് പോലെയാവില്ലേ ഇത്, പക്ഷെ അദ്ദേഹത്തിന്റെ ഡബിങ് പോലെ വന്നു രസകരമായിട്ട്. പക്ഷെ കാസറ്റില് സാറിന്റെ എന്റെയാണ്, കാസറ്റിൽ എന്റെ വോയിസ് ആണ്. അത് കഴിഞ്ഞിട്ട് ദാസേട്ടന്റെ പുഞ്ചിരിയുടെ ശബ്ദപ്പെടുത്താൻ അങ്ങോട്ട് മാറുമ്പോ അറിയാൻ വ്യത്യാസം. ഈ ചില സമയമൊക്കെ ദാസാറിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ച് കേട്ട് കഴിയുമ്പോൾ ഒരു അനുഭവം ആയിരിക്കില്ലേ, അതൊരു ഒരു സുഖം. ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് സാർ എപ്പോഴെങ്കിലും ഒക്കെ അത് വിചാരിച്ചിട്ടുണ്ടോ, ഓ ഈ മനുഷ്യൻ ഇത് പാടിക്കഴിഞ്ഞപ്പോ ഇത്രയും മാറില്ലേ? ഇപ്പൊ യവന കഥയിൽ ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ആ പാട്ടിന് അത്രയും ഭാവം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അത് ആ ശബ്ദത്തിൽ തന്നെ കേൾക്കണം, ആ ശബ്ദത്തിൽ, ആ ഭാവത്തിൽ. അതിലൊന്നും ദർ ഈസ് നോ വേറെ പകരം വെക്കാനില്ല എന്ന് തന്നെ പറയും. മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത് പലപ്പോഴും ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയിൽ ചില പാട്ടുകൾക്ക് തിരിച്ചുവരവുണ്ട്, പല പാട്ടുകളും ഭയങ്കരമായിട്ട് ഹിറ്റ് ആവാറുണ്ട്. ഇടയ്ക്ക് ചിലരൊക്കെ കവർ പാടിയത് തന്നെ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് സൂപ്പർ ഹിറ്റ് ആയിട്ട്. അപ്പൊ യൂട്യൂബ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ വ്യൂവർഷിപ്പ് അങ്ങ് കയറുക, കുത്തി കയറി വരും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇൻസ്റ്റയിലാണ് ഇത് ഭയങ്കര. പലപ്പോഴും ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട്, ഒരുപാട്. പക്ഷെ ആദ്യം ഞാൻ ഞെട്ടിപ്പോയത് ഒരു പയ്യൻ ഗിറ്റാർ നിന്ന് വായിച്ചിട്ട് ആഗതനിലത്തെ ഒരു പാട്ട്. അപ്പം ഞാൻ തന്നെ എനിക്കും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ കേൾപ്പിച്ചു. അപ്പോൾ വൈഫ് ഇത് ഏത് പാട്ടാണ്, ഇത് ഏത് ചേട്ടൻ്റെ പാട്ട്? കാരണം ഇത് അനുപല്ലവി എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസിൻ സൗഹൃദമേ നിന്റെ ചിത്രം ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ ഹൃദയത്തിൻ കാരുണ്യ സ്വരരാഗപരാഗങ്ങൾ നിന്നിലെ നീഹാര ബിന്ദുവിൽ ഞാൻ തിങ്കളായി വന്നൊളിച്ചിരിക്കാമെന്നും ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ. ഇതിപ്പോൾ ഞാൻ പാടുന്നത് എനിക്കിപ്പോൾ പാടാൻ പറ്റുന്നില്ല, ടു ഓൾഡ് ടു സിങ് ദിസ് സോങ്. പക്ഷെ ഈ പിള്ളേരെ എന്തൊരു ഫീലിലാണ് അത് പാടുന്നതെന്നറിയാം, കണ്ണും മൂടിയ പാടുന്നത്. സോ ഐ എം സോ ഹാപ്പി. നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ ക്രിയേഷൻസ് ഇത്രയും ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് പേര്. അതിൽ ഈ അഴലിന്റെ ആഴങ്ങളിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ഇൻസ്റ്റയിൽ വന്ന് ഹിറ്റായി പോകുന്ന പാട്ടുകളിൽ ഒന്നാണ്. അതേപോലെ വേനൽപ്പുഴയിൽ തെളിനീരോ എന്ന് പറയുന്ന വേനൽപ്പുഴയിൽ തെളിനീരോ, അതും ഈ ഇൻസ്റ്റാ പാട്ടുകൾക്ക് പറ്റിയ പാട്ടാണത്. അത് ഇൻസ്റ്റയിൽ വന്ന് ഹിറ്റായി പോകും. വേറൊരു പാട്ടും കൂടി ഉണ്ട് ഇൻസ്റ്റയിൽ വന്നത്, അത് ഈ അടുത്ത കാലത്ത് വന്ന് ഇൻസ്റ്റയിലാണോ അത് യൂട്യൂബിൽ വന്ന് ഹിറ്റായതാണ്. മറ്റേ പഞ്ചവർണ്ണക്കുളിരേ, അതും അതിൻ്റെ അനുപല്ലവിന്ന് ആണ് പാടി വരുന്നത്. ഞാൻ എനിക്കങ്ങനെ ഇതിൽ പ്രത്യേകിച്ച് അവർ ആ ഒറിജിനൽ പാട്ടിൻ്റെ പോലെ ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് പാടിയില്ല എന്നൊക്കെ പലരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അതൊക്കെ ഉണ്ടല്ലോ, ഒറിജിനൽ ഉണ്ടല്ലോ നമുക്ക്. പിന്നെ ഇതിന് ഇവർ പാടുന്നത് ഒറിജിനൽ മനോഹരമായിട്ട് പാടി റെക്കോർഡ് ചെയ്ത് ഫ്ലൂട്ടും ഗിറ്റാറൊക്കെ വായിച്ചിട്ടുണ്ട്. റിക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫീലല്ലേ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് നമ്മൾ ഈ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിഷ്യൻ്റെ കാണും. ഒറിജിനൽ ഒരു കമ്പോസർ ബിത്തോവനോ ബാക്കോ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടാവും, വയലിനായാലും ഫ്ലൂട്ടായാലും എന്തായാലും. അത് വേൾഡ് ക്ലാസ് ആൾക്കാർ വായിക്കുമ്പോൾ എന്തൊരു വ്യത്യാസത്തിലാണെന്നറിയോ അവർ ആ മ്യൂസിക് ഓരോരുത്തരുടെ റെൻഡിഷനാണ്, ഇൻ്റർപ്രിട്ടേഷൻ എന്നാ പറയാം. സോ ദാറ്റ് ഈസ് അലൗഡ് ദർ. വൈ നോട്ട് വി ഡു ദാറ്റ്? വൈ കാൺ വി ഡു ദാറ്റ്? ഞാനതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. സോ ഐ ലവ് അങ്ങനത്തെ പഴയ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ അങ്ങനെ തിരിച്ചു വരുന്നത്. ഈ ചില പാട്ടുകൾ പാടാൻ ബുദ്ധിമുട്ടാണെന്ന് സാധാരണക്കാർക്ക് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ അത് മ്യൂസിക് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഹരീഷ് ശിവരാമകൃഷ്ണൻ തന്നെ എഴുതി കണ്ടു, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രവീന്ദ്രൻ മാഷിൻ്റെ ഏത് കടുപ്പപ്പെട്ടതെന്ന് വിചാരിക്കുന്ന ശ്വാസം പിടിച്ച് പാടുന്ന പാട്ടുകളും നിങ്ങൾക്ക് പാടാൻ പറ്റും. പക്ഷെ നിങ്ങൾ നിറങ്ങളെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അത് പാടാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതാണ് ബുദ്ധിമുട്ടുള്ള പാട്ട്. മറ്റേത് ബുദ്ധിമുട്ടുള്ള പാട്ട് രാമകഥയൊക്കെ നിങ്ങൾക്ക് പാടാൻ പറ്റും. പക്ഷെ ഇതാണ് ശരിക്കും ബുദ്ധിമുട്ടുള്ള പാട്ട്. ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ?
ഭയങ്കര ഹൈപ്പിച്ചിൽ വെറുതെ ഹൈപ്പിച്ചിൽ പാടുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല. അവന് ലോ പിച്ചിൽ പാടാൻ പറ്റില്ല. അപ്പൊ ഹാന്ന് പറഞ്ഞിട്ട് നിർത്തി ഭയങ്കര ശബ്ദത്തിൽ ഹൈപ്പിച്ചിൽ പാടുക. അത് ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമാണ്. അതിനൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ കേൾക്കുന്നവർക്ക് അതെന്തോ മലമറിച്ചിടുക എന്ന് തോന്നും. എന്നിട്ട് കൈയടിക്കും. എന്തൊരു അവസ്ഥയാണല്ലേ. അല്ലെങ്കിൽ ശ്വാസം പിടിച്ചു ഇതിന്റെ ഇരട്ടി ഞാൻ പിടിക്കുമായിരുന്നു. ഇങ്ങനെ ഇതൊരു കഴിവല്ലല്ലോ. ഇത് നമ്മുടെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണത്. അതൊരു സംഗീതപരമായിട്ടൊരു കഴിവില്ല അതിൽ. ഈ കയ്യിൽ പാടുന്നതിനും ഈ ശ്വാസം നീട്ടിപ്പിടിച്ച് ഒരൊറ്റ ശ്വാസം നിർത്താണ്ട് നിർത്തി കയ്യടി വാങ്ങിക്കുന്നു. അത് കയ്യടി വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ പാടരുതെന്ന് ഞാൻ പറയും. ദാറ്റ്സ് ബാഡ്. പക്ഷെ ജനത്തിനെ സന്തോഷിപ്പിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ. പക്ഷേ ചിലത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കമ്പോസിങ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ കോംപ്ലിക്കേഷൻ അതേപോലെ പാടാൻ ശ്രമിക്കുമ്പോൾ ഈ നിറങ്ങളെ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ ഫുള്ളായിട്ട് വയലിനിൽ പ്രാക്ടീസ് ചെയ്തതാണ്. എനിക്ക് അതിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ എന്നിട്ട് ഏതോ ഒരു ഇതിലെ ഒരു മറ്റേ ഐഡിയ സ്റ്റാറിലിരിക്കുമ്പോൾ ഞാൻ വെറുതെ വയലിനിൽ കൈപിടിച്ചിട്ട് ആ പയ്യനത് പാടുമ്പോൾ അതിൽ സംഗതികൾ ശരിയായില്ല പറഞ്ഞ് ഞാൻ ആ പാട്ട് വയലിനിൽ വായിച്ചു കൊടുത്തു. ഇറ്റ് ഈസ് ദർ ഓൺ ദ ട്യൂബിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും. ഐ ജസ്റ്റ് പ്ലേഡ് ദാറ്റ് പാട്ട്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇറ്റ് ഈസ് സോ ടഫ്. പക്ഷെ ആരും അത് ശ്രമിക്കാത്തതുകൊണ്ട് പിന്നെ അറിയുമ്പോഴാണ് കൂടുതൽ ടഫ്നെസ്. നമ്മൾക്കിത് ആഴം സംഗീതം കൂടുതൽ പഠിക്കും തോറും നമുക്ക് കൂടുതൽ ടഫായിട്ട് തോന്നും. സംഗീതം പഠിച്ചില്ലെങ്കിൽ എല്ലാം എളുപ്പമാണ്, എല്ലാം ജനഗണമന വരെ പാടാം. ഞാൻ എനിക്കൊരു തമാശ പറയാം. ഫാസിൽ സാറിൻ്റെ അവിടെ കമ്പോസിങ്ങിനെ ഫാസിൽ സാറിൻ്റെ അസോസിയേറ്റ് പെങ്ങളുടെ മകൻ ഷാജിൻ പിന്നെ ഒരു ബിജു ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഇങ്ങേരും രമേശൻ സാറും. അപ്പം ഞാൻ ഏതൊരു പാട്ട് പുതിയൊരു ട്യൂൺ എടുത്താലും ഇവൻ വന്നിട്ട് പറയും ഇത് ജനഗണമന പോലെ. എന്നിട്ട് ആ ജനഗണമനയുടെ ട്യൂണിൽ ഇത് അങ്ങോട്ട് പാടും. കുറച്ച് പാടുന്ന ജനഗണമന. അപ്പോൾ ഇയാൾ നമ്മുടെ അങ്ങനെ എഴുതണമല്ലോ, മാറ്റി ട്യൂൺ മാറ്റി എഴുതണം. അങ്ങനെ ഇപ്പം നമ്മുടെ രമേശൻ സാറ് ഇങ്ങനെ കൊണ്ട് തോറ്റു ഇത് പോണോ തൻ്റെ ജനഗണമനയും പറഞ്ഞിട്ട്. നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് ഓക്കെ വരുമ്പോൾ എല്ലാവരും തലയാട്ടിയിട്ട് വരുമ്പോൾ ഇത് ജനഗണമനയുടെ ചായ ഉണ്ടെന്ന്. എന്താണ് അവിടുത്തെ ഒരു ജനഗണമനയുടെ ചായ? എന്നിട്ട് അത് പാടുകയും ചെയ്യും ജനഗണമന. ഏത് പാട്ട് ഏത് ട്യൂണിലും പാടാം, ഒപ്പിച്ച് പാടാൻ പറ്റും. ഏത് താളവും തിസ്രത്തിലും പാടാം, ചതുരത്തിലും പാടാം. അതങ്ങനെ തന്നെ 7/8 ആക്കാം, 5/8 ആക്കാം, സങ്കീർണം, കണ്ടം, എല്ലാത്തിനും മാറ്റി പാടാം. കുറച്ചൊക്കെ വാക്കുകൾ അവിടെ ഇവിടേക്ക് വ്യത്യാസപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സംഭവമാണ്. സർ, ടഫസ്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ സിനിമാറ്റിക് സിറ്റുവേഷൻ സൃഷ്ടിച്ചതാണ് നമ്മുടെ സമയമിത അപൂർവ സായ. അതെ. അത് ശരിക്കും കുഞ്ചാക്കോയ്ക്കും അതൊരു ഭയങ്കര ഹൈപ്പും കൂടെ ആയിരുന്നു ആ പടത്തിൽ. അത് ഭയങ്കര രസമായിട്ടാണ് അതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ അത്തരം സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു സിനിമാറ്റിക് പോർഷനാണ് അതിനകത്ത് വേണ്ടത്. ഇങ്ങനെ ഒരു താളം ഇങ്ങനെ ചടുലതയൊക്കെ. അതായത് ആക്ച്വലി ശബ്ദം പാട്ട് പാടിക്കൊണ്ടിരിക്കുക ശബ്ദം നിന്നുപോയ ഒരുത്തന് ശബ്ദം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വലിയൊരു സംഭവമാകണം. ഈ വലിയ സംഭവം അവിടെ വേറെ എന്തെങ്കിലും ചെയ്താലും ആവും. എന്തെങ്കിലുമൊക്കെ ഒരു കസർത്ത് കാട്ടിയാൽ ശബ്ദം തിരിച്ചു വരാം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ശബ്ദം തിരിച്ചു കിട്ടാൻ മാത്രം പര്യാപ്തമായിട്ടുള്ളൊരു സാധനമാണ് പാടിയെന്ന് തോന്നാം. പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ശരിക്കും അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാധനമായിപ്പോയി. അതിന് കാരണം മമ്മൂക്ക പറഞ്ഞു എൻ്റെ അടുത്ത് അത് അവസാനിപ്പിച്ച പെട്ടെന്നൊന്നും ആരും പാടാൻ പറ്റരുത് അങ്ങനെ. അപ്പം ഞാനത് സത്യസന്ധമായിട്ടെടുത്തു അതിൻ്റെ. കാരണം നമ്മൾക്ക് കുറച്ചൊക്കെ പഠിച്ച് കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ തകച്ചുകൊണ്ട് പസനിത്ത തകതരിത്ത ജോ നിതമ തകത്തോ മകരിസ തകിട്ട പാസ തകത്തിമി ഗാമ തരികിട സാഗ തകതരിത്ത ചോം പാസ മകരിസ തോം കുക്കുന്തരിത്തമ്മ. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരജതി എന്ന് പറയും. സ്വരജതിയൊക്കെ ആർക്ക് വേണം അവിടെ
ചാക്കോച്ചൻ 10 വായുകൊണ്ട് സംസാരിക്കും. ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടാക്കി. ഇത്രേ വേണ്ടു അവിടെ. അതെ, അതിന് പകരം തകച്ചുണ്ട് പസലി തകതരിത്തജവും. ഇതിൽ വരെ ഡിവിഷൻ. ഒരാളിത് പാടുന്നു സ, ഒരാള് ഇപ്പൊ തകച്ചോണു ലാല് തകതരി സ തകച്ചോണു, അപ്പൊ പസനിത തകതരിത്തജവും. അങ്ങനെയൊന്നും ഡിവൈഡ് ചെയ്യാൻ ചിന്തിക്കേ വേണ്ടത് പറ്റില്ല. അത് പിന്നെ രണ്ടുപേരും കൂടിയിട്ട് എന്തോ എഫക്റ്റീവ്. പക്ഷെ ആ പാട്ടിൽ അത് നല്ലൊരു എലമെന്റാണ്. നല്ല ആദ്യമായിട്ടാണ് ഒരു സ്വരജതി മലയാള സിനിമയിൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സ്വരജതി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് പലരും ചെയ്തിട്ടുണ്ട് സ്വരജതി. ഇങ്ങനെയുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് കിട്ടട്ടെ. ഇപ്പൊ അടുത്ത കാലത്ത് ശ്യാമപ്രസാദ് സാറിന്റെ കാഴ്ചയിലും പാട്ടും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നല്ല പാട്ടായിരുന്നു. ആ സിനിമയ്ക്ക് യോജിക്കുന്ന ഒരു പാട്ടും കൂടെ ആയിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒത്തിരി പാട്ടുകൾ ഇനിയും ചെയ്യാൻ അവസരം ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹം പോലെ എല്ലാം നടക്കും. അതെ, തീർച്ചയായിട്ടും. ഇത്രയും നന്നായിട്ട് പാടി തന്നെ സാർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പാടാനൊന്നും അങ്ങനെ എന്താ പറയാ, പഴയ പോലെ ഒരുപാട് പണികൾ തലയിൽ കിടക്കുന്നുണ്ട്. എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു പടം ചെയ്യാൻ ഒരു പാട്ട് ചെയ്യാൻ നമുക്ക് 2 ദിവസം മതി. ഇന്ന് എനിക്ക് 1 മാസം വേണം. കാരണം എല്ലാ പണിയും ഞാനാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫൈനൽ മിക്സ്, മാസ്റ്ററിങ് മിക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു എൻജിനീയറെ ഏൽപ്പിക്കുന്നത്. അത് ഒരു ടെക്നിക്കലായിട്ടൊരു ഫൈൻ ട്യൂൺ ചെയ്യാൻ. അപ്പോൾ അത്രയും ദൂരം നമ്മൾ ഈ സാധനം ഡെയിലി ഇരുന്നിട്ട് പിന്നെ ഇതിന് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള മനസ്സിലൊരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ഫുൾ അതിലാണ്. ഫുൾ ടൈം കാലത്തെ എനിക്കിപ്പോൾ 6 മണിക്ക് എനിക്ക്, ചിലപ്പോൾ 5:30 എനിക്ക് എന്നിട്ട് കഴിഞ്ഞാൽ നേരെ സ്റ്റുഡിയോയിൽ പോകും. അല്ലെങ്കിൽ നടക്കും 1 മണിക്കൂർ. നടന്നു കഴിഞ്ഞാൽ പിന്നെ വന്ന് കിടന്നുറങ്ങാനൊക്കെ പറയും വൈഫ്. ഉറങ്ങേണ്ട സമയം നേരത്തെ എനിക്ക്. ഇപ്പോൾ രാത്രി 12 മണിക്ക് കിടന്നിട്ട് 4:30 5 മണിക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്കൂറല്ലേ ഉറങ്ങാൻ കിട്ടുന്നുള്ളൂ. അപ്പം നടന്നോ, നല്ലതാണ്. നടന്നിട്ട് വീണ്ടും വന്ന് ഉറങ്ങിക്കൂടെ. മനസ്സിൽ മുകളിലേക്ക് പോയാലാണ് എനിക്ക് എനർജിയും സന്തോഷവും. അപ്പം അതിനവിടെ പോകും. അപ്പം അങ്ങനെ ചെയ്ത് ഇപ്പോൾ ആൾക്കാർ പെട്ടെന്ന് വയലിൻ വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം ഐ ഡോണ്ട് ടച്ച് വയലിൻ. വയലിൻ വായിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച ഞാനത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ എളുപ്പം നടക്കുന്ന, ഇപ്പം നടക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. നമ്മൾ ഡെയിലി നടക്കുന്നുണ്ടല്ലോ. പാട്ട് പിന്നെയും പാടാം. കാരണം നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ എക്സസൈസാണ്. ഡെയിലി നമ്മൾ മിണ്ടാതിരിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും. പക്ഷെ വയലിൻ അങ്ങനെ വായിക്കാൻ പറ്റില്ല. പക്ഷെ പാട്ടിനുമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ തമ്മിലിപ്പോൾ സംസാരിക്കുമ്പോഴും മേലെ എൻ്റെ സ്റ്റുഡിയോയിലുള്ള പണിയുടെ ബാലൻസിൻ്റെ ഒരു ക്രിയേഷൻ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. റീ റെക്കോർഡിങ് നടക്കുന്നുണ്ട് ഇവിടെ. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദ പ്രോബ്ലം. പിന്നെ നിങ്ങൾ വന്നു ആ ഒരു it's a fun and you are doing it's very nice. കാരണം പാട്ടിനെ കുറിച്ച് ഇത്രയും നന്നായിട്ട് മനോഹരമായിട്ട് വരികൾ ഓർത്ത് വയ്ക്കുക, എല്ലാ പാട്ടുകളും ഓർത്തിരിക്കുക, ഇതൊക്കെ ഒരു കലയാണ്. അതൊക്കെ യു ആർ ബ്ലെസ്ഡ് ഫോർ ദാറ്റ്. താങ്ക് യു.